നീലിയാർ കോട്ടം പ്രധാന ഐതിഹ്യം. വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടുപറമ്പ്, ഈ കാവും അവിടുത്തെ പ്രധാന ദൈവമായ കോട്ടത്തമ്മയെ അഥവാ നീലിയാർ ഭഗവതിയെയും ചുറ്റിപ്പറ്റിയാണ് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നത്. നീലിയുടെ കഥ യക്ഷിയിൽ നിന്ന് ദേവിയിലേക്ക്. സുന്ദരിയായ നീലി കൊട്ടിയൂരിനടുത്ത് ജീവിച്ചിരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട, എന്നാൽ അതീവ ബുദ്ധിമതിയും വേദങ്ങളും പുരാണങ്ങളും പഠിച്ചവളുമായ ഒരു സ്ത്രീയായിരുന്നു നീലി. നീലിയുടെ സൗന്ദര്യത്തിലും അറിവിലും അസൂയ പൂണ്ട നാടുവാഴിയോ പ്രാദേശിക ഭരണാധികാരിയോ നീലിയെ വഞ്ചിച്ചോ വ്യഭിചാരദോഷം ആരോപിച്ചോ കൊലപ്പെടുത്തി. അന്യായമായി കൊല്ലപ്പെട്ട നീലി ഒരു ഉഗ്രരൂപിണിയായ യക്ഷിയായി മാറി. നദീതീരത്ത് വസിച്ചിരുന്ന ഈ യക്ഷി അടുത്തെത്തുന്നവരുടെ രക്തം കുടിച്ച് ഭീകരമായി വിലസി. ഒരിക്കൽ കൊട്ടിയൂരിൽ നിന്നും മടങ്ങുകയായിരുന്ന കാളക്കാട്ടില്ലത്തെ ഒരു പണ്ഡിതനായ നമ്പൂതിരി ആ വഴി വന്നു. നമ്പൂതിരിയെ കണ്ട നീലി എണ്ണയും താളിയും നൽകി. ഇത് അമ്മ തന്ന അമൃതാണെന്ന് വിശ്വസിച്ച് അദ്ദേഹം സ്വീകരിച്ചു. അമ്മ എന്ന് തന്നെ വിളിച്ച നമ്പൂതിരിയുടെ ഭക്തിയിൽ സന്തുഷ്ടയായ നീലി താൻ യഥാർത്ഥത്തിൽ ഒരു ദേവിയാണെന്ന് വെളിപ്പെടുത്തുകയും നമ്പൂതിരിയോടൊപ്പം പടിഞ്ഞാറോട്ട് യാത്ര തിരിക്കുകയും ചെയ്തു. കടുവയും പശുവും ഒരുമിച്ച് മേയുന്ന ഒരു വനപ്രദേശം കണ്ട ദേവി ശാന്തമായ ആ സ്ഥലത്ത് തനിക്ക് കുടിയിരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ നമ്പൂതിരി തന്റെ കുട വച്ചിരുന്ന മാങ്ങാട്ടുപറമ്പിലെ ആ കാവിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു. ഇതാണ് പിന്നീട് നീലിയാർ കോട്ടം എന്നും അവിടുത്തെ ദേവി കോട്ടത്തമ്മ എന്നും അറിയപ്പെടാൻ കാരണം. ചില ചരിത്രങ്ങൾ. നീലിയാർ കോട്ടത്തിന്റെ പഴക്കം പഴശ്ശി രാജാക്കന്മാരുടെ ഭരണകാലത്തോളം ചെന്ന് എത്തുന്നുവെന്ന് പറയുന്നു. കോട്ടത്തമ്മ എന്ന ഈ ഭഗവതി സങ്കല്പം മഹാകാളിയുടേതാണ്. കാവിന്റെ പ്രത്യേകത: നീലിയാർ കോട്ടം ഒരു വിശുദ്ധ കാവാണ്. ഏക്കറുകളോളം വിസ്തൃതിയുള്ള ഈ കാവ് പ്രകൃതിയും ദൈവവും ഒന്നായി ആരാധിക്കപ്പെടുന്ന ഒരിടമാണ്. ഇവിടുത്തെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. കാവ് തന്നെയാണ് ദേവിയുടെ ശ്രീകോവിൽ. നീലിയാർ കോട്ടം പ്രധാനമായും അറിയപ്പെടുന്നത് അവിടുത്തെ പ്രധാന വഴിപാടായ തെയ്യത്തിന്റെ പേരിലാണ്. സാധാരണ തെയ്യങ്ങൾ വർഷത്തിൽ ഒരു നിശ്ചിത സമയത്ത് തുലാം 10 മുതൽ ഇടവം 10 വരെ മാത്രമാണ് കെട്ടിയാടുന്നത്. എന്നാൽ നീലിയാർ കോട്ടത്തിൽ ഭക്തരുടെ വഴിപാടനുസരിച്ച് ഏത് ദിവസവും തെയ്യം കെട്ടിയാടും. നീലിയാർ ഭഗവതിയെ തെയ്യം രൂപത്തിലാണ് പ്രധാനമായും ഇവിടെ കെട്ടിയാടുന്നത്. വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും തെയ്യം സീസണിൽ മാത്രം കെട്ടിയാടുമ്പോൾ നീലിയാർ കോട്ടത്തിൽ ഭക്തന്റെ വഴിപാടനുസരിച്ച് ഏത് സമയത്തും നീലിയാർ ഭഗവതിയുടെ തെയ്യം കെട്ടിയാടാൻ സാധിക്കും.